ഹരേ കൃഷ്ണ. നാം എല്ലാവരും ഈശ്വരഭജനം മുറയ്ക്ക് നടത്തുന്ന ആളുകളാണ്. എന്നാൽ ചിലർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല എന്ന് കാണാം. അപ്പം അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നമ്മളുടെ കുടുംബത്തിൻ്റെ കുലദേവത ആരാണ് എന്ന് അന്വേഷിക്കുക. എന്നിട്ട് ആ കുലദേവത ആരാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യമേ തന്നെ അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഈ കുലദേവതയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു പ്രത്യേക പോർഷൻ കൊടുക്കുക. എന്നിട്ട് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ, പൂജാമുറിയിൽ ദിവസവും വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു വെള്ളി നാണയം, അത് 5 രൂപയോ 10 രൂപയോ 1 രൂപയോ നിങ്ങളുടെ യഥാശക്തി നിങ്ങൾ ഒരു വെള്ളി നാണയം എടുത്ത് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അത് ഒരു കിഴിയിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു കുടുക്കയിൽ സൂക്ഷിക്കുക. അതിനുശേഷം 3 മാസത്തിലോ 6 മാസത്തിലോ, അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ എല്ലാ മാസം പോവുക, പറ്റില്ലാത്തവർ 6 മാസത്തിലോ 1 വർഷത്തിലോ ഈ സമർപ്പിച്ചിരിക്കുന്ന കാണിക്ക കൊണ്ടുപോയിട്ട് അവിടുത്തെ വലിയ കാണിക്കൽ നിക്ഷേപിക്കുക.